ശബരിമല 18ാം പടി കയറുന്നതിനിടയിൽ ഭക്തനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. ബംഗളൂരു സ്വദേശിയായ രാജേഷിനാണ് മർദ്ദനമേറ്റത്. പോലീസുകാരൻ 5 തവണ തന്നെ കൈകൊണ്ട് മർദ്ദിച്ചതായി രാജേഷ് പറയുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടി ഈ യുവാവ് பிடிச்சி இப்படி கிள்றாங்க, பிடிச்சி இப்படி இழுக்கிறாங்க, இழுத்தா கூட பரவாயில்ல, பிடிச்சி இப்படி அடிச்சாக்கா 5 அடி இவ்வளோ பெருசாக வீங்கி நின்றுச்சு. அது மூச்சு விட முடியல என் கையில். இப்போ இதுக்கு என்ன பண்ணுறது? இப்போ கொல்லியா கும்பினா தான், ஏன் கொல்லியா கும்பினாதான்னு கேட்குறாங்க. இங்கே கொல்லியா கும்பினா கூடாதா? இப்போ ஹாஸ்பிட்டலுக்கு போய் அட்மிட் ஆகுறேன். என்ன கொடுக்குறேன். மெட்லேர் 18 படி ஏறும்போது அடிச்சுருந்தவங்க. நாங்கள் ரைட் சைடில் தான் வந்துங்கிறோம். സന്നിധാനത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് ആനന്ദ് പുതൂറാണ്. ആനന്ദ്, ഈ ശ്വാസമെടുക്കാൻ പോലും താൻ ബുദ്ധിമുട്ടി എന്നാണ് ഈ ഭക്തൻ പറയുന്നത്. അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ കുട്ടിയെ എന്തിനെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചായിരുന്നു പോലീസ് മർദ്ദനമെന്നും പറയുന്നു. വിവരങ്ങൾ തീർച്ചയായും അനു, ഏകദേശം 4:30 കൂടിയാണ് സംഭവം നടക്കുന്നത്. 18ാം പടി കയറാൻ വേണ്ടി, അതായത് ദർശനത്തിന് വേണ്ടി എത്തിയ ഭക്തനെ, കർണാടക സ്വദേശിയായ രാജേഷ് എസിനെയാണ് പോലീസ് മർദ്ദിച്ചെന്ന ഒരു പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. 18ാം പടി കയറുന്നതിനിടെ പോലീസ് തന്നെ കൈകൊണ്ട് 4 തവണ പുറത്തേക്ക് മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നുണ്ട്. 4ാമത്തെ പടിയിൽ വെച്ച് തന്നെയാണ് സംഭവം. ക്രൂരമായി തന്നെ മർദ്ദിച്ചു. തനിക്ക് ശ്വാസം എടുക്കുന്ന കാര്യങ്ങളടക്കം ബുദ്ധിമുട്ടുണ്ടായെന്ന് രാജേഷ് നേരത്തെ ബൈക്കിൽ പറയുന്നത് കേൾക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും പോലീസിനെതിരെ ഒരു ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് ക്രമസമാധാനം പാലിക്കേണ്ട പോലീസിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുന്നത് തീർച്ചയായിട്ടും ആ തലത്തിൽ ഭക്തരടക്കം ഒരു മനോവികാരത്തിന് എതിരായി നിൽക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയവും നമ്മളിവിടെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും രാജേഷ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. നിയമപരമായ പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് രാജേഷ് നമ്മളെ അറിയിച്ചത്. 5 തവണ കൈകൊണ്ട് അടിച്ചതായാണ് പരാതി. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പുറത്ത് ആ പാടുകളും നമുക്ക് കാണാം, മർദ്ദനമേറ്റ പാടുകളും പുറത്തുണ്ട്. എന്തായാലും രാജേഷ് നിയമപരമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ശരി ആനന്ദ്.